നമസ്തേ. വ്യാഴത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ വ്യാഴഗ്രഹത്തിൻ്റെ ദശ ദോഷം തരുന്ന വ്യാഴദശ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ എടുത്തു. അതിൽ രണ്ടാം പാർട്ട് എന്ന രീതിയിൽ അതിൽ ഇടവലഗ്നത്തെക്കുറിച്ചാണ്, ഇടവം ലഗ്നങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. പ്രധാനമായിട്ടും വ്യാഴം കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന ദോഷങ്ങൾ, അതായത് കേന്ദ്രം വരുന്നത് സ്വന്തം ക്ഷേത്രമായിട്ടുള്ള ധനുവിലോ മീനത്തിലോ നിന്ന് കന്നി, മിഥുനം, ധനു, മീനം പോലെയുള്ള ലഗ്നങ്ങൾ വരുമ്പോൾ വ്യാഴം എവിടെ നിൽക്കണം? വ്യാഴം ഒന്നുകിൽ ധനുവിൽ അല്ലെങ്കിൽ മീനത്തിൽ നിന്ന് 4 രാശികൾ, കോൺ രാശികളായിട്ടുള്ള ഉഭയരാശികളായിട്ടുള്ള 4 രാശികൾ, പ്രധാനമായിട്ടും മിഥുന രാശി, കന്നി രാശി, ഇത് രണ്ടും ബുധൻ്റെ രാശികളാണ്. മിഥുന രാശിയിലോ കന്നി രാശിയിലോ നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നുകിൽ 7ലോ അല്ലെങ്കിൽ 4ലോ അല്ലെങ്കിൽ 10ലോ ആയിട്ട് വ്യാഴം വരും. സ്വക്ഷേത്രത്തിൽ നിൽക്കണം. അതിനാണ് ആധിപത്യ ദോഷം വരുള്ളൂ, കേന്ദ്രാധിപത്യ ദോഷം, അത് മാത്രമേ വരുള്ളൂ. അതുപോലെ ധനുരാശിക്ക് 4ാം ഭാവത്തിൽ മീനത്തിൽ നിൽക്കുന്ന ഗുരു, അതുപോലെ മീനം രാശിക്ക് ധനുവിൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ 10ൽ നിൽക്കുന്ന കേന്ദ്രാധിപത്യ ദോഷം. ഇങ്ങനെ 4 രാശികൾക്ക് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം വ്യാഴത്തിന് അപൂർവമായി കാണാം. അത്യപൂർവമായിട്ടേ സംഭവിക്കുള്ളൂ. കേന്ദ്രാധിപത്യ ദോഷം വരണമെങ്കിൽ വ്യാഴത്തിന് അതീത ശുഭത്വം ഉണ്ടാവണം. വ്യാഴം കെട്ടുപോവാനേ പാടില്ല. വ്യാഴത്തിന് വക്രം വരാൻ പാടില്ല. വ്യാഴത്തിന് ചന്ദ്ര അതിയോഗം വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഇതും വരാൻ പാടില്ല. ചന്ദ്രയോഗം വന്നാലും ദോഷം തന്നെയാണ്. അതീത ശുഭത്വം, വ്യാഴം ശുഭഗ്രഹമാണ്. പ്രത്യേകിച്ചും സ്വന്തം വീട്ടിൽ ധനുവിലോ മീനത്തിലോ നിൽക്കുമ്പോൾ അതീത ശുഭനുമാണ്. അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഒരു കേടും വരാൻ പാടില്ല. അതായത് ചൊവ്വയുടെയോ ശനിയുടെയോ രാഹുവിൻ്റെയോ ഒരു ബന്ധവും, ദൃഷ്ടി, യോഗം ഒന്നും ഉണ്ടാവാൻ പാടില്ല. സൂര്യൻ വ്യാഴത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ വക്രം വരും, അതും വരാൻ പാടില്ല. പൗർണമി ചന്ദ്രൻ വന്നാലും ഗുരു അപ്പോൾ വക്രത്തിലായിരിക്കും. അതായത് ചന്ദ്രന് യോഗം വന്ന് പൗർണമി വന്നാലും വക്രം വരും. വക്രം വരാൻ പാടില്ല, ഗുരുവിന് വക്രം വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കേന്ദ്രാധിപത്യ ദോഷം 1000-ലോ 10,000-ലോ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു ദോഷമാണ് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയും. കേന്ദ്രത്തിൽ അതീവ ശുഭനായി ഗുരു നിന്ന് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം പ്രധാനമായിട്ടും കാണാം. നമുക്ക് അപൂർവം ആളുകൾ അത് കാണില്ല. ഒരു ജ്യോത്സ്യൻ ചിലപ്പോൾ ലൈഫിൽ വളരെ കുറച്ചേ കാണുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവം ആളുകൾക്ക് മാത്രം സംഭവിക്കുന്നതാണ് കേന്ദ്രാധിപത്യ ദോഷം. ഒരു കേന്ദ്രത്തിൽ ആധിപത്യ ദോഷം വരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ദശ വന്നാൽ, കേന്ദ്രാധിപത്യ ദോഷം വന്ന് ആ വ്യാഴത്തിൻ്റെ ദശ വന്നാൽ അതിൻ്റെ ജീവകാരകത്വം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ഇപ്പോൾ 10ാം ഭാവത്തിൽ വന്നാൽ പോലും തൊഴിലാണ് നഷ്ടപ്പെടുക, അവിടെ ജീവകാരകത്വം ഇല്ല. 4ൽ കേന്ദ്രാധിപത്യ ദോഷം വന്നാൽ മാതാവിന് നഷ്ടപ്പെടും. അങ്ങനെ വരണമെങ്കിൽ ഈ പറഞ്ഞ അപൂർവം ആളുകൾക്കേ സംഭവിക്കുള്ളൂ. 4ൽ വ്യാഴം ഒറ്റയ്ക്കായിരിക്കണം. വ്യാഴത്തിന് ശനിയുടെ ബന്ധം പാടില്ല, ചൊവ്വയുടെ ബന്ധം പാടില്ല, രാഹുവിൻ്റെ ബന്ധം പാടില്ല. ഗുരുവിൻ്റെ 5 മുതൽ 9 വരെയുള്ള രാശികളിൽ സൂര്യൻ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ എന്തായി? അത് വക്രത്തിൽ വരും. ഗുരു വക്രം വരും. അങ്ങനെ വക്രം വരാൻ പാടില്ല. ചന്ദ്രാധിയോഗം വരാം. ഇതൊന്നും ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗുരു, ശുഭനായി ഒരു പാപത്വം നേടാതെ നിൽക്കുന്ന ഗുരുവിനാണ് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം പ്രധാനമായിട്ടും കണ്ടുവരിക. അത് 4ൽ നിന്ന് കേന്ദ്രാധിപത്യ ദോഷം വന്നാൽ മാതാവിനെ ബാധിക്കും. അതുപോലെ 7ൽ നിന്ന് കഴിഞ്ഞാൽ സ്വയം ബാധിക്കും, അല്ലെങ്കിൽ കുടുംബജീവിതം, ഭാര്യ ഇല്ലാതെയാവും, ഭാര്യനെ ബാധിക്കും, ഭാര്യയുടെ മരണത്തിന് വരെ കാരണമാവാം. ഇവിടെ 4ൽ നിന്ന് കഴിഞ്ഞാൽ മാതാവിൻ്റെ തിരോധാനത്തിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമാവാമെന്നാണ് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ദോഷം. അപ്പോൾ അതൊരു ദോഷമാണ് ദശയിൽ വരാവുന്ന കേന്ദ്രം. അത് അപൂർവം ആളുകൾക്കേ ഉള്ളൂ, എന്നാലും ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. പൊതുവേ ഒരു ഗ്രഹം ദോഷം തരാൻ കുറേ കാര്യങ്ങളുണ്ട്. ഏത് ഗ്രഹമാണെങ്കിലും ആ ഗ്രഹത്തിന് ഒരു ഗ്രഹത്തിന് ഒന്നുകിൽ അസ്തമയം സംഭവിക്കും. അസ്തമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനുമായിട്ട് മൗഢ്യം,
അസ്തമിക്കാം. സൂര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് അസ്തമിച്ച് പോവാം. സൂര്യൻ്റെ അടുത്ത് ചെല്ലും തോറും അതിൻ്റെ രശ്മികൾ കാരണം മറ്റ് ഗ്രഹങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നതാണ് അസ്തമയം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനുമായിട്ട് അസ്തമനം സംഭവിക്കുക. ഗുരുവിന് എന്നല്ല, എല്ലാ ഗ്രഹത്തിനും എങ്ങനെയാണ്. എന്നാലും ഗുരുവിനെയാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഗുരുവിന് എന്ത് പാടില്ല? അസ്തമനം പാടില്ല. ഇനിയൊന്ന് ഗ്രഹണം പാടില്ല. അതായത് ഗ്രഹണം എങ്ങനെ സംഭവിക്കുക? രാഹുവോ കേതുവോ ഒരു ഗ്രഹത്തിൻ്റെ 12 ഡിഗ്രിക്കുള്ളിൽ, 8 ഡിഗ്രിക്കുള്ളിൽ വന്നാൽ പൂർണ്ണഗ്രഹണം, 12 ഡിഗ്രിക്കുള്ളിൽ വന്നാൽ ഭാഗിക ഗ്രഹണമായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്രഹണം വരാൻ പാടില്ല. ഒരു ഗ്രഹം എങ്ങനെ കെട്ടുപോവുക? അസ്തമനം വരാൻ പാടില്ല, ഗ്രഹണം വരാൻ പാടില്ല. ഇത് രണ്ടും ഗ്രഹത്തിനെ കെടുത്തും, ഗുരുവിനെ കെടുത്തും. ഇനിയൊന്ന് നീചം വന്നുകൂടാ. നീചം വരാൻ പാടില്ല. നീചവും എന്ത് ചെയ്യും? ഇതിൻ്റെ ദശയ്ക്ക് ബലം കുറയ്ക്കും, അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ ബലം കുറയ്ക്കും. ഇനിയൊന്ന് ശത്രുക്ഷേത്ര സ്ഥിതി വരാൻ പാടില്ല. ഗുരുവിൻ്റെ ശത്രുക്ഷേത്ര സ്ഥിതി നമുക്കറിയാം. ഗുരുവിൻ്റെ ഗ്രൂപ്പിന് എതിരായിട്ടുള്ള ഗ്രൂപ്പിൽ വരുന്ന ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ശത്രു ക്ഷേത്രങ്ങളായിരിക്കും. അതിൽ ശനി മാത്രമാണ് സമനായിട്ടുള്ളത്. സമന് താഴെ പോകാൻ പാടില്ല. സമനാണ് മാക്സിമം. അതായത് അധിബന്ധു ആവാം. ഗുരുവിന് അധിബന്ധു സൂര്യനാണ്. ചൊവ്വ ബന്ധുവാണ്, മേടം വൃശ്ചികം ബന്ധുക്ഷേത്രങ്ങളാണ്. അതുപോലെ ചന്ദ്രൻ്റെ ക്ഷേത്രം ഉച്ചക്ഷേത്രമാണ്. ശനിയുടെ ക്ഷേത്രം സമക്ഷേത്രങ്ങളാണ്. ബാക്കി വരുന്ന ബുധൻ്റെയും ശുക്രൻ്റെയും ക്ഷേത്രങ്ങൾ ഗുരുവിന് ശത്രുക്ഷേത്രങ്ങൾ അവിടെ വരാൻ പാടില്ല. അത് ബലം കുറയ്ക്കും, അത് ദശാബലം കുറയ്ക്കുന്നതാണ്. അപ്പോൾ നീചം വരാൻ പാടില്ല. അതുപോലെ തന്നെ സുഹൃക്ഷേത്രത്തിൻ്റെ താഴെ പോകാൻ പാടില്ല, സുഹൃത്തിൻ്റെ താഴെ പോകാൻ പാടില്ല മാക്സിമം. അതുപോലെ ഗ്രഹണം വരാൻ പാടില്ല, അസ്തമനം വരാൻ പാടില്ല. ഇനിയൊന്ന് പാപബന്ധം വരാൻ പാടില്ല. ഈ 5 ദോഷങ്ങളാണ് ഒരു ഗ്രഹത്തിൻ്റെ ബലം കുറയ്ക്കുന്നത്. ഇത് പ്രധാന പോയിന്റാണ്. ഏതൊരു ഗ്രഹത്തിനും ബലമുണ്ടോ, ദശയിൽ ബലം തരുമോ എന്നൊക്കെ തീരുമാനിക്കുക എങ്ങനെയാണ്? ആ ഗ്രഹത്തിനെ നമ്മൾ നോക്കുക. ഗ്രഹത്തിന് അസ്തമനം ഉണ്ടോ നോക്കുക സൂര്യനുമായിട്ട്. അത് ഇപ്പോൾ ബുധന് അസ്തമനം വലിയ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഉള്ളത് ഗ്രഹണമാണ്. രാഹുവുമായിട്ടും കേതുവുമായിട്ടുള്ള ബന്ധം അത് ഉണ്ടോ എന്ന് നോക്കുക. അത് ഉണ്ടെങ്കിലും ഗ്രഹത്തിൻ്റെ ബലം കുറയും. അസ്തമനം ഉണ്ടെങ്കിലും കുറയും. അതുപോലെ ഗ്രഹം നീചം ചെയ്താലും കുറയും. അതുപോലെ തന്നെ ഗ്രഹത്തിന് സുഹൃക്ഷേത്രത്തിൻ്റെ താഴെ പോയാൽ, ഗ്രഹം നിൽക്കുന്നത് സുഹൃക്ഷേത്രത്തിൽ വരെ കുഴപ്പമില്ല, ശത്രുക്ഷേത്രങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ബലം കുറയ്ക്കും. പിന്നെ ഒന്ന് പാപബന്ധം വരാൻ പാടില്ല. പാപബന്ധം എന്ന് പറയുന്നത് എന്താണ്? ശനിയാണ് പ്രധാന പാപൻ, പിന്നെ രാഹു, അതുപോലെ അമാവാസി ചന്ദ്രൻ, അതുപോലെ കേതു, ചൊവ്വ കേതു. അപ്പോൾ ഈ ചൊവ്വ വന്നിട്ട് പക്ഷേ ഗുരുവിന് പാപനല്ല, അതുകൊണ്ടാണ് അത് പറയാതെ വിട്ടത്. ചൊവ്വ ഗുരുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മംഗളയോഗം തരും. ചില സമയങ്ങളിൽ ഈ ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യുക. ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്ന ചൊവ്വ മംഗളയോഗം ചെയ്തിട്ട് ഗുരുമംഗളയോഗം എന്ന് പറയുന്ന മംഗളയോഗം കൊടുത്തുകൊണ്ട് അത് ഗുണമായിട്ട് ഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഗുരുവിന് പാവന്മാരായിട്ട് വരിക പ്രധാനമായിട്ടും ശനി, രാഹു, അമാവാസി ചന്ദ്രൻ, പിന്നെ കേതു, പിന്നെ ചൊവ്വ, അങ്ങനെയാണ് വരിക. അതിൽ കേതുവും ചൊവ്വയും അത്ര കാര്യമായിട്ട്, കേടയോഗം എന്ന് പറയുന്ന ഗുരുവിൻ്റെ കൂടെ കേതു നിന്ന് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ശക്തി വർദ്ധിക്കുക ചെയ്യുക. ചൊവ്വ നിന്ന് കഴിഞ്ഞാലും ഗുരുവിൻ്റെ ശക്തി വർദ്ധിക്കുക ചെയ്യുക. മറ്റു 3 പ്രധാനമായിട്ടും പാവന്മാർ. അപ്പോൾ ഈ 3 പാവന്മാരും നോക്കാനോ നിൽക്കാനോ കൂടെ നിൽക്കാനോ പാടില്ല. ആരുടെ? ഗുരുവിൻ്റെ കൂടെ നിൽക്കാൻ ശനി പാടില്ല. ശനിയാണ് പ്രധാനമായിട്ട്. ശനി ഗുരു ബന്ധം വന്നാൽ ആത്മീയത വർദ്ധിക്കും. ലൗകിക ജീവിതത്തിൻ്റെ യാതൊരു ഗുണങ്ങളും, ധനകാരകനാണ് ഗുരു, ആ ധനകാരകൻ്റെ ധനകാരകത്വം കിട്ടില്ല. ഒരു ശനി ബന്ധം വരുന്ന അപൂർവം, അല്ലെങ്കിൽ പിന്നെ പൗർണമി ചന്ദ്രൻ്റെയോ അല്ലെങ്കിൽ ശുക്രൻ്റെ യോഗോ, അല്ലെങ്കിൽ 8 ഡിഗ്രിക്ക് പുറത്തൊക്കെ നിൽക്കുന്നുണ്ടാവും. 8 ഡിഗ്രിയുടെ ഉള്ളിൽ ശനി ഗുരു ബന്ധം വരുന്നവർക്ക് ധനദാരിദ്ര്യം നിർബന്ധമായിട്ടുണ്ടാവും. അത് ധനത്തിൻ്റെ കാരകനായതുകൊണ്ട് ആ കാരകത്വം നശിക്കാൻ വഴിയില്ല. അല്ലെങ്കിൽ ജീവകാരകത്വമായ സന്താനകാരകത്വം, ഏതെങ്കിലും ഒരു കാരകത്വത്തിന് ദോഷം വരും. സന്താന ദോഷമായിട്ട് വരാം, സന്താന ദുരിതമായിട്ട് വരാം. പലർക്കും ഇതെല്ലാം ഒന്നിച്ചും വരാം കേട്ടോ. ശനി ഗുരു ബന്ധം വരുന്നത് 1981 ജനിക്കുന്ന ആളുകൾക്ക് കന്നി രാശിയിൽ ശനിയും ഗുരു ഒന്നിച്ച് നിൽക്കുന്നത് കാണാം. പലർക്കും ആ ഒരു പല ബുദ്ധിമുട്ടുകളും അതിലിടയിൽ കാണാം. ശനിദശയൊക്കെ വരുമ്പോഴാണ്, ഗുരുദശ വരുമ്പോൾ, ശനിദശയിൽ ദോഷം ചെയ്യില്ല, ഗുരുദശ വരുമ്പോഴാണ് അതിൻ്റെ ദോഷങ്ങൾ ബാധിക്കുക അധികമായിട്ട്. അപ്പോൾ കുറച്ച് ദൂരം ഡിഗ്രി ഉണ്ടെങ്കിൽ വലിയ കുഴപ്പം വരില്ല. പിന്നെ ഇതെല്ലാം പ്രധാന ലഗ്നാധിപൻ്റെ ബലത്തിനനുസരിച്ചാണ്. നമുക്ക് ഒരു നല്ല
എന്താ പ്രതിസന്ധി വരുന്നുണ്ട്. പക്ഷെ ആ പ്രതിസന്ധിനെ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ലഗ്നമാണ്. ലഗ്നത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഏത് ദശ എന്ത് വന്നാലും അതിനെ മറികടക്കാനും അത് കഴിഞ്ഞ് അടുത്ത ദശയിൽ വളരെയധികം ഉയർന്ന് കയറി വരാനൊക്കെ കഴിയും. എന്തുണ്ടെങ്കിൽ ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ. ലഗ്നബലം ഏത് ദശയും പ്രധാനമാണ്. ഗുരുവിൻ്റെ എന്നല്ല, എല്ലാ ഗ്രഹങ്ങളുടെയും പൊതുവായിട്ടാണ് പറഞ്ഞത്. എന്നാലും ഗുരുവിന് എന്തൊക്കെ വരാൻ പാടില്ല, ഈ ദശ നന്നാവണമെങ്കിൽ അസ്തമനം വരാൻ പാടില്ല, ഗ്രഹണം വരാൻ പാടില്ല, നീചം വരാൻ പാടില്ല, അതുപോലെ തന്നെ സുഹൃത് ക്ഷേത്രങ്ങൾക്ക് താഴെ പോകരുത്, അതായത് ശത്രുക്ഷേത്രങ്ങൾ വരാൻ പാടില്ല എന്നർത്ഥം. അത് കഴിഞ്ഞാൽ പാപബന്ധം വരാൻ പാടില്ല. അതാണ് ഗുരുവിൻ്റെ പാപത്വം തരുന്ന ദശകൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ദശകൾ, ബന്ധങ്ങളുള്ള ദശകൾ ഗുണം ചെയ്യില്ല, ദോഷമായിട്ട് ഭവിക്കും. ഇതെല്ലാം 8 ഡിഗ്രിക്ക് ഉള്ളിൽ വരണം, ഈ ഭാവബന്ധം എന്നൊക്കെ പറയുന്നത്. ഇനി ഒന്ന് നമുക്ക് കൂടുതൽ ഭാവദോഷങ്ങൾ വരും. അപ്പോൾ അതിന് ഇടവത്തിന് ഞാൻ പറഞ്ഞു, ഇടവത്തിൻ്റെ അഷ്ടമാധിപനായിട്ടാണ് ഗുരു വരിക. ഇടവ ലഗ്നക്കാർക്ക് അഷ്ടമാധിപനായ ഗുരു ദശ വരുന്നത് ദോഷമായിട്ട് ഭവിക്കും. അല്ലെങ്കിൽ അഷ്ടമബന്ധം വരാത്ത രാശികളിൽ നിൽക്കണം, മീൻസ് മീനത്തിൽ നിൽക്കണം. മീനുമായി ബന്ധപ്പെട്ട രാശികളിൽ ഗുരു നിൽക്കുമ്പോൾ ദോഷം വരില്ല. അഷ്ടമബന്ധം വന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ദോഷം വരും. അതേപോലെ തുലാലഗ്നക്കാർക്ക് രണ്ടാമത് വരുന്നതാണ് തുലാലഗ്നക്കാർക്ക് ഇപ്പം ഞാൻ അതുപോലെ മിഥുനവും പറഞ്ഞു, കന്നിയും പറഞ്ഞു, അവർക്ക് കേന്ദ്രാധിപത്യ ദോഷമായിട്ട് വരാം. പിന്നെ തുലാലഗ്നക്കാർക്ക് 6ാം ഭാവാധിപനായ ഗുരുവിൻ്റെ ദശ ദോഷം ചെയ്യാം. എല്ലാ തുലാലഗ്നക്കാർക്കും എന്ന് പറഞ്ഞുകൂടാ. കാര്യം 3ാം ഭാവാധിപത്യം വരുന്ന, 3ാം ഭാവത്തിലേക്ക് നോക്കുന്ന, 3ാം ഭാവ ബന്ധം വരുന്ന ഗുരുവിൻ്റെ ദശയാണ് വരുന്നെങ്കിൽ ദോഷം വരില്ല. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാലഗ്നത്തിന് ഗുരുദശ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗുരു ഏത് ക്ഷേത്രവുമായിട്ടാണ് ബന്ധം, 6ാം ഭാവമായിട്ടാണോ 3ാം ഭാവമായിട്ടാണോ, രണ്ടിൻ്റെ ആധിപത്യം, ഇരു ആധിപത്യങ്ങൾ തരുന്ന ഒരു ഗ്രഹം എപ്പോഴും 2 ക്ഷേത്രങ്ങളുടെയും ആധിപത്യത്തിൽ ഏതുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഏത് ഭാവത്തിൻ്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുന്നുണ്ടോ അതിനുമായിട്ടായിരിക്കും കൂടുതൽ ബലം തരിക. അപ്പോൾ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുദശയാണെങ്കിൽ ദോഷം ചെയ്യും. ഉച്ചം ചെയ്ത് നിൽക്കുന്ന ഗുരുദശയാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, കടം വരും. അതിന് വിധിയല്ലാത്ത കാര്യങ്ങളുണ്ട്, അതിന് വരാതിരിക്കുകയും ചെയ്യാം. ചില സമയങ്ങളിൽ അതിന് പാപത്വം വരണം, ഗുരുവിന് പാപത്വം വരണം, അപ്പോൾ വരില്ല. അല്ലെങ്കിൽ അതിശുഭനായ 6ാം ഭാവാധിപൻ തുലാലഗ്നക്കാർക്ക് ദോഷം ചെയ്യും, കടം തരും, ദുരിതം തരും, രോഗം തരാം. പ്രായത്തിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ തരും എന്നുള്ളതാണ്. അപ്പോൾ തുലാലഗ്നക്കാർക്ക് 3ാം ഭാവ ബന്ധമാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ചിങ്ങത്തിലാണ് നിൽക്കുന്നത്, അപ്പം 3ലേക്കാണ് ദൃഷ്ടി. ചിങ്ങം എന്ന് പറയുമ്പോൾ ചിങ്ങത്തിൻ്റെ 5ാം ദൃഷ്ടി വന്നിട്ട് എപ്പോഴും എന്തിലേക്കാണ് വരിക, ധനു രാശിയിലേക്കാണ്. ധനുരാശി തുലാത്തിൻ്റെ 3ാം രാശിയാണ്. അപ്പോൾ എന്ത് വരില്ല, അപ്പോൾ 6ാം ഭാവ ബന്ധം വരില്ല. അപ്പോൾ ചിങ്ങത്തിൽ നിൽക്കുന്ന ഗുരു എന്ത് ചെയ്യില്ല, അതുപോലെ മേടത്തിൽ നിൽക്കുന്ന ഗുരു ദോഷം ചെയ്യില്ല, ചിങ്ങത്തിൽ നിൽക്കുന്ന ഗുരു ദോഷം ചെയ്യില്ല, മിഥുനത്തിൽ നിൽക്കുന്ന ഗുരു ദോഷം ചെയ്യില്ല. ഈ 3 ഗുരു ധനുവിൽ നിൽക്കുന്ന ഗുരു ദോഷം ചെയ്യില്ല. ഈ 4 രാശികളിലും തുലാലഗ്നക്കാർക്ക് ഈ 4 രാശികളിൽ ഗുരു നിന്നാലും ദോഷം ദശയിൽ കുറവായിരിക്കും. കാരണം 3ാം ഭാവമായിട്ടാണ് ബന്ധം. എന്നാലും 20% ഫലം ആര് തരും, 6ാം ഭാവാധിപത്യവും തരും, ശ്രദ്ധിക്കണം. പക്ഷേ 80% 3ാം ഭാവാധിപത്യം ആയതുകൊണ്ട് ഈ 4 രാശികളിൽ നിൽക്കുന്ന ഗുരുവിന് കാര്യമായിട്ട് ദോഷം തരില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ചിങ്ങരാശിയിൽ വെച്ചാൽ അതിബന്ധു ക്ഷേത്രമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അധിക ദോഷം തരില്ല. തുലാലഗ്നക്കാർക്ക് ചിങ്ങരാശിയിൽ നിൽക്കുന്നത് അധിക ദോഷം ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗുരുവിൻ്റെ ആധിപത്യ ദോഷങ്ങളെക്കുറിച്ച്. ഇനി ഗുണങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 2 വീഡിയോ ഞാൻ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദോഷങ്ങളെക്കുറിച്ച് അത് ഗുരുവിന് ഏതൊക്കെ പാപത്വം വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഗുരുവിന് ശുഭത്വം വരുന്നത് ചന്ദ്രയോഗം, ശുക്രയോഗം, ശുക്രദൃഷ്ടി, ചന്ദ്രയോഗം, ചന്ദ്രദൃഷ്ടി, ബുധയോഗം, ബുധദൃഷ്ടി, ഇങ്ങനെയൊക്കെ ശുഭന്മാർ ബന്ധം, ചൊവ്വ, മംഗളയോഗം അതൊക്കെ വരുന്നത്, കേതുയോഗം, ഇതെല്ലാം വന്ന് ഗുരുവിന് ശുഭത്വം വർദ്ധിക്കുന്നതാണ്. മംഗളയോഗം ഇതെല്ലാം തരുന്നത് ഗുരുവിൻ്റെ ശുഭത്വമാണ് വർദ്ധിക്കുക. അങ്ങനെ വരുന്ന ദശകൾ, ഗുരുവിൻ്റെ ദശ വരുന്നതാണെങ്കിൽ നമുക്കത് യോഗമായിട്ടും നല്ലതായിട്ടും വരും. സാധാരണഗതിയിൽ ഗുരുദശ എല്ലാവർക്കും നല്ലത് എന്നാണ് തോന്നുന്നത്, പക്ഷേ എല്ലാവർക്കും നല്ലതല്ല. ഒരുവിധം ആളുകൾക്കൊക്കെ പാപത്വവും വരലുണ്ട്. ഈ പാപബന്ധങ്ങളോ അസ്തമനോ ഗ്രഹണോ ശത്രുക്ഷേത്ര സ്ഥിതിയോ നീചസ്ഥിതിയോ അല്ലെങ്കിൽ പാപഗ്രഹയോഗമോ ശനിയുമായിട്ട് 8 ഡിഗ്രിക്കുള്ളിൽ നിൽക്കുന്ന ഗുരുദശയാണെങ്കിൽ നമുക്ക് വാട്ടിയെടുക്കും, നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. ആധിപത്യത്തിൻ്റെ ഒപ്പം തന്നെ
ഗ്രഹത്തിൻ്റെ ബലവും ഒരു പ്രധാനമാണ്. അപ്പോൾ ഗ്രഹബലവും ആധിപത്യവും ചേർന്നാണ് എന്താ ചെയ്യുക, ദശയ്ക്ക് ഫലം തരിക. അപ്പോൾ ഗുരുവിനെക്കുറിച്ച് നമ്മൾ പാപത്വമാണ് കൂടുതലെടുത്തത്. ശുഭത്വം എല്ലാവർക്കും അറിയുന്നതാണ്. ഗുരുദശ ശുഭനാണ്. ഗുരു വന്നു കഴിഞ്ഞാൽ ശുഭനായി നിൽക്കുകയാണെങ്കിൽ ഉടൻ സന്താനത്തെ തരും. ഗുരുദശ ആരംഭിച്ച വിവാഹം, സന്താനം, ഈ കാര്യങ്ങൾ ഉടൻ, അത് യോഗം ഉണ്ടെങ്കിൽ അവർക്ക് ഗുണമാണെങ്കിൽ അവരുടെ ദശ ഉടൻ തന്നെ സന്താനത്തിൽ തരും. ജീവകാരകത്വം ആദ്യം തരും. ഗുരുദശയിൽ ഗുരുവിൻ്റെ അപഹാരത്തിൽ തന്നെ സന്താനം വരും. അത് ഗുണമുണ്ടെങ്കിൽ സംഭവിക്കുന്നതാണ്. ഗുണം മറ്റു ഈ പറഞ്ഞ ദോഷങ്ങൾ ഒഴിഞ്ഞുള്ള ബാക്കി ഏതൊക്കെ ലഗ്നങ്ങൾക്കും ഗുണമായിട്ടാണ് ഭവിക്കുക. പ്രത്യേകിച്ചും ഗുരു ഏറ്റവും ശുഭനായ ഗ്രഹമാണ്. അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളായിട്ട് തന്നെയാണ് ഭവിക്കുക. പാപദോഷവും കാര്യങ്ങളുള്ള പൂർണ്ണമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് ഗുരുവിനെ മാത്രമല്ല എല്ലാ ഗ്രഹങ്ങൾക്കും ഇത് തന്നെയാണ് ബേസിക്. ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്തേ.